അവസാനവട്ട ഒരുക്കത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന പോലെ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ടീം മറ്റൊന്നുണ്ടാവില്ല. ഒരു ഹാട്രിക് നേട്ടത്തിലേക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് എത്താൻ ശ്രമിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം. ആ തുഴയിലൊക്കെ PVC എന്നൊക്കെ ഗംഭീരമായി എഴുതി അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ച. ഓരോ അമരത്തുള്ള പങ്കായങ്ങളൊക്കെ റെഡിയാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഈ പങ്കായങ്ങളൊക്കെ റെഡിയാണോ? പങ്കായങ്ങളെല്ലാം റെഡിയായി, എല്ലാം സെറ്റ്. ഇപ്പൊ അവസാനമായിട്ട് പെയിന്റ് അടിക്കണം അല്ലേ? ഇപ്പം അത് പച്ച പെയ്തിരിക്കും. എന്താണ് ഇത്? ഈ പങ്കായങ്ങൾ ഇതെല്ലാം അമരത്തിലാണല്ലോ? അമരത്തേക്കുള്ളതാണ്. അമരത്തേക്കുള്ളതാണ്. ഇതിപ്പോ ചേട്ടന്റെ കയ്യിലുള്ളത് ഏതാണ്? ഇത് പിന്നെ ഒറ്റത്തുഴയാണ്. ഒറ്റത്തുഴയാണ്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഒരുക്കങ്ങളൊക്കെ അവസാനം ഗംഭീരമാണ്, തകർപ്പനാണ്. അപ്പൊ കോൺഫിഡന്റ് ആണ് ഈ കാര്യത്തിൽ, ഒരു സംശയമില്ല. അപ്പടൊക്കെ നേരത്തെ 100% കോൺഫിഡന്റ് ആണ്. മറ്റു ടീമിനോട് പറഞ്ഞായിരുന്നോ? തുടർച്ചയായിട്ട് 5 വർഷം ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കല്ലേ. ഇനി 6ാമത്തെ വർഷം അതിനകത്ത് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇല്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ഈ തുടർച്ചയായിട്ട് 5 വർഷം ചെയ്തെങ്കിൽ 6ാം വർഷം ഞങ്ങൾക്ക് നേടാൻ അറിയാം. അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് ആരോടാണ് ചോദിക്കേണ്ടത്? അവരുടെ ലീഡിംഗ് ക്യാപ്റ്റനോടും അവരുടെ പ്ലേയേഴ്സിനോടും തുഴയെറിയുന്നവരല്ലേ അതിന്റെ പ്രധാന ശക്തി. ഇതായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മളെ കാത്ത്. അപ്പൊ ഞാൻ ആദ്യം ഹിരൺ സാറുടെ പ്രധാനപ്പെട്ട കോച്ചാണ്. അപ്പൊ ഹിരൺ സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഇത്തവണത്തെ ഒരുക്കങ്ങൾ ഗംഭീരമായിരുന്നു ഹിരൺ സാർ? ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 48-50 ദിവസത്തോളം പ്രാക്ടീസ് കഴിഞ്ഞ് നിൽക്കുകയാണ് പിള്ളേർ. എല്ലാവരും നല്ല ഫോമിലാണ്, കുഴപ്പമില്ല, നല്ല പ്രിപ്പറേഷനാണ്. ഓക്കെ, ലീഡിംഗ് ക്യാപ്റ്റനാണ്. നമസ്കാരം, പേര്? എന്റെ പേര് മനോജ് ആശാൻ എന്ന് വള്ളംകളി. മനോജ് ആശാനെ ഞാൻ കേട്ടു വന്നപ്പോ തന്നെ മനോജ് ആശാൻ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ എത്ര നാളായി നമ്മൾ ഈ ജലമേളകളിൽ പങ്കെടുക്കുന്നു? ഞാൻ ഈ PVC പള്ളാത്തുരുത്തിക്ക് ഡബിൾ ഹാട്രിക്കിൽ പോവുകയാണ്. എന്റെ 12ാമത്തെ കപ്പാണ്. നെഹ്റു ട്രോഫി എന്റെ 12ാമത്തെ കപ്പിനായിട്ടാണ് പോകുന്നത്. ഞാൻ ഈ വള്ളംകളി രംഗത്ത് വന്നത് എന്റെ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയാണ്, തുടർച്ചക്കാരനായിട്ട് തുടങ്ങിയാണ്. ഇപ്പം വയസ്സ് 52 കഴിഞ്ഞു, 53ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. ഈ വർഷവും PVC ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര തിരുത്തി കുറിക്കും. ഈ വർഷം ഡബിൾ ഹാട്രിക് എന്ന സ്വപ്നം നേടുന്നത് മാത്രമല്ല, വള്ളംകളിയിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു വ്യക്തമായി, ഇന്നുവരെ മറ്റുള്ളവരുടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ ഇത്തവണ ഒരൊറ്റ വള്ളപ്പാട്ട് വിജയിക്കും PVC. അതിനുള്ള കരുത്ത് എനിക്കിത് പറയാൻ കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പുറയിരിക്കുന്ന ഈ താരങ്ങളിൽ നിന്നാണ്. അവരെ നന്നായിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ അവരെ ഇട്ട് പിഴിഞ്ഞ് നല്ല കരുത്തന്മാരൊക്കെ എന്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ആ കരുത്തിനെ നാളെ ട്രാക്കിൽ പറപ്പിക്കും. ഇതാണ് എന്റെ ജോലി. പറപ്പിക്കും. വെല്ലുവിളിയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വെല്ലുവിളിയാണ്. ഒരു വള്ളപ്പാടകലെ കഴിഞ്ഞ തവണ മില്ലി മൈക്രോ സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ അതൊന്നും വേണ്ട. ഇത്തവണ ഒരു വള്ളപ്പാടകലെ എങ്ങനെയാ പറപ്പിക്കുവോ? പിന്നെ പറപ്പിക്കും. പിന്നെ പറക്കണ ഒരു അരകില്ലല്ലോ, പറപ്പിക്കുവോ? പറപ്പിക്കും. ഓക്കെ. എത്ര നാളായിട്ടാ പ്രാക്ടീസ് ഒക്കെ? 45 ദിവസമായി. 45 ദിവസമായി. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ്? അടിപൊളിയായിരുന്നു. അടിപൊളി ക്യാമ്പ്. എവിടെ ഇതിനകത്ത് പിന്നെ ഒന്നാം തൊഴിലിരിക്കുന്ന അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. പോയിരിക്കുകയാണ്. ഓക്കെ. അമരത്തുള്ള ആരുള്ളേ? എല്ലാരും ക്ഷേത്രത്തിലേക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് തുഴയുന്ന ആരെങ്കിലും ഉണ്ടോ? 5ാം തരക്കാരൻ. ഒന്ന് വന്നേ, 5ാം തരക്കാരൻ. പേരെന്താ? അബി. എങ്ങനെയുണ്ടായിരുന്നു അബി? എത്ര പള്ളാത്തുരത്തിൽ എത്ര തവണയാ? ഇത് എന്റെ ഹാട്രിക്കാ, 3ാമത്തെ വർഷം. 3ാം തവണയാണ്. അപ്പൊ കഴിഞ്ഞ 2 തവണ ഉണ്ടായിരുന്നു ജയിച്ചപ്പോ. കഴിഞ്ഞ കാലത്തെ ആ ഫോട്ടോ ഫിനിഷിലും ഉണ്ടായിരുന്നു. അപ്പോഴെന്താ തോന്നിയത്? എന്താ ഫിനിഷ് ചെയ്തപ്പോ ജയിച്ചു എന്ന് തോന്നിയോ അതോ? ജയിച്ചു എന്നറിയായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് തൃപ്തി വന്നില്ല. ഇത്തവണ അത് തിരുത്തും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ഈ കുറെ മത്സരങ്ങൾ കഴിഞ്ഞ 4 ബോട്ടുകൾ ഒപ്പത്തിനൊപ്പം വന്നല്ലോ. ഈ ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ ഇത്തവണ ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു ഒരു വള്ളപ്പാടകളെ അടിച്ചിരിക്കുമെന്ന്, വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരു പ്ലെയർ എന്ന നിലയിൽ, തുഴച്ചിലുകാരൻ എന്ന നിലയിൽ എന്താ കോൺഫിഡൻസിന്റെ ബലം? അതുപോലെ തന്നെയാണ്, ഒരു വള്ളപ്പാട് തന്നെ അടിക്കും. ആശാൻ പറഞ്ഞ പോലെ തന്നെ ആശാന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കും. ആശാന് വേണ്ടി എന്തും ചെയ്യൂ, അത്രേ ഉള്ളു. ഓക്കെ. ആശാൻ ഈ പേര് നോക്കി വെച്ചോട്ടോ. പേരെന്താ? ഗ്ലിൻഡോ. ആശാൻ എന്തോ പറയാൻ? ആശാന് ഈ വർഷം ഞങ്ങളുടെ PVCയുടെ കോച്ചുമാർക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ എന്നാ പറയുന്ന ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പം ദ്രോണാചാര്യർക്ക് വിരല് കുറിച്ച് ചോദിച്ച കഥയില്ല എന്ന് പറഞ്ഞിടക്ക് ഈ ഡബിൾ ഹാട്രിക്ക് ഈ കുട്ടികൾ ചങ്ക് പൊട്ടിത്തുടഞ്ഞ് ഞങ്ങളുടെ കോച്ചുമാർക്ക് സമർപ്പിക്കും. ഉറപ്പാണ്. എങ്ങനെ നിങ്ങൾ കോച്ചുമാർക്ക് ചങ്ക് പറിച്ചു കൊടുത്ത് സമർപ്പിക്കുവോ? ഉറപ്പില്ലല്ലോ. കൊടുത്തിരിക്കും. ചങ്ക് പറിച്ചാണെങ്കിലും കിരീടം എടുത്തിരിക്കും. അപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനെ എല്ലാ തവണയും ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ മറ്റു ബോട്ടുകാർക്ക് ജയിക്കേണ്ടത് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളുടെ ടീമിനകത്ത്
ഒരു പ്രൊഫഷണൽ ടീം പോലും ഇല്ല. 2 പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അവർ 2 പേരെ തുഴയ്ക്കത്തില്ല പ്രൊഫഷണൽസിനെ പ്രൊഫഷണൽസ് ഇല്ല. ബാക്കി മുഴുവനും നാട്ടിലെ പിള്ളേരാണ്. ഏതൊക്കെ നാളെ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ മുഴുവനും നാട്ടിലെ പിള്ളേരായിരിക്കും. അത്രേ ഉള്ളൂ. യഥാർത്ഥ പഴയ വള്ളംകളി എന്ന് പറയുന്നത് നാട്ടുകാരുടെ വള്ളംകളിയായിരുന്നു. ഇപ്പൊ അത് അന്യം നിന്ന് പോയി. ഇപ്പൊ എല്ലാ വള്ളത്തിലും പ്രൊഫഷണൽ കയറി നിറയുക. ഇവിടെ പ്രൊഫഷണൽ ഇല്ലാതെ ഹിന്ദിക്കാരെ വേണ്ട ഹിന്ദിക്കാരും വേണ്ട, ആരും വേണ്ട. പ്രൊഫഷണൽ ഇല്ലാതെ പ്രൊഫഷണലായിട്ട് വരുന്നവരെ അടിച്ചു മലത്തുന്ന ആളെ PVC. ഉറപ്പാണ്. ഉറപ്പ് 100 മലയാളത്തിലുള്ള ജയമായിരിക്കും. അതെ അതെ, സംശയമില്ല, ഒരു സംശയമില്ല. നിസ്സംശയം PVC പള്ളാത്തുരുത്തി നാളെ പറന്നെടുക്കുന്ന കാഴ്ച ജനങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റും. ശരി. അപ്പൊ പുതിയ ചുണ്ടനെ പറ്റി എന്താണ് അഭിപ്രായം? പുതിയ ചുണ്ടൻ നല്ല വള്ളമാണ്. ഞങ്ങള് കളിച്ച വള്ളങ്ങളൊന്നും മോശമല്ല, എല്ലാം നല്ല വള്ളങ്ങളാണ്. പക്ഷെ ഇത് പുത്തൻ ചുണ്ടനാണ്. ആ പുത്തൻ ചുണ്ടന്റെ വരവറിയിച്ചുകൊണ്ട് ഈ മേപ്പാടം ചുണ്ടൻ എന്താണെന്നുള്ളത് ഞങ്ങൾ ട്രയൽ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും ഈ നെഹ്റു ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം മേപ്പാടം കരയ്ക്കും ആ വള്ളത്തിന് നേടിക്കൊടുക്കുന്നതാണ്. അപ്പൊ ജലമേളയിൽ ഒരു പുത്തൻ രാജാവായിരിക്കും മേൽപ്പാടൻ. തീർച്ചയായിട്ടും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വഴി പള്ളാത്തുരുത്തിന്റെ കരുത്തിലൂടെ മേപ്പാടത്തെ പറപ്പിക്കുന്ന ആളെ. ലീഡിംഗ് കോച്ചിന്റെ ആവേശങ്ങൾ മനസ്സിലായി. അതായത് ഹിരൺ സാർ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാം കേട്ടിരിക്കുക. ഓക്കെ, എന്താ ഈ പറഞ്ഞാല് എന്താണ് ഒരു കോച്ച് എന്നുള്ള നിലയിൽ തോന്നിയത്? കോച്ച് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നാളെ മത്സരമല്ലേ, സ്പോർട്സ് അല്ലേ. ഇപ്പം നാളെ നമുക്കറിയാം എല്ലാ ക്ലബ്ബുകാരും ജയിക്കാനാ വരുന്നത്, നമ്മളും ജയിക്കാനാ പോകുന്നത്. നമ്മൾ 6ാം തവണ ജയിക്കാനാണ്. നമ്മൾ 6ാം തവണ ജയിക്കാനാ പോകുന്നത്. നമ്മുടെ ജയം സുനിശ്ചിതമായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു മാറ്റമില്ല. ശരി. അപ്പൊ ഇതിൽ ആരാ നന്നായിട്ട് ആർപ്പം ഇടുക? നമുക്ക് വേണ്ടി ആർപ്പം എന്ന് വിളിക്കുമ്പോ കൈ ഉയർത്തണം അല്ലേ? ശരി, ആരാണ് ആർപ്പിടുക? അത് തന്നെ. അപ്പോൾ ഇതാണ് ഈ ആവേശവും ഈ കരുത്തും ഈ ഊർജവുമായിരിക്കും പക്ഷേ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ വ്യത്യസ്തരാക്കുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഡബിൾ ഹാട്രിക്, 6ാം തവണ ജയം സ്വന്തമാക്കുക നെഹ്റു ട്രോഫി വള്ളംകളിയിൽ. ഹരി വിതിരയ്ക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18.